സിസിൽ മാത്യു കുടിലിൽ എഴുതിയ കഥ ഡിസംബറിന്റെ ഓർമ്മയ്ക്ക്. അവതരണം രേഷ്മ MJ. ഡിസംബറിന്റെ ഓർമ്മയ്ക്ക്. കുടകിലെ കോടമഞ്ഞ് കുളിരണിയുന്ന സൗന്ദര്യവും കാപ്പിപ്പൂക്കളുടെ വശ്യഗന്ധവും അവരെ ഒരു സ്വപ്നാലസ്യത്തിലേക്ക് വഴുതി വീഴ്ത്തുന്നതായിരുന്നു. ഓരോ ശ്വാസത്തിൽ പോലും കാപ്പിപ്പൂക്കളുടെ ഗന്ധം വിട്ടൊഴിഞ്ഞിട്ടില്ലായിരുന്നു. ചെറിയ കുന്നുകളും താഴ്വാരങ്ങളും അരുവികളും തടാകങ്ങളും എല്ലാം മതിവരുവോളം കണ്ടാസ്വദിച്ചു. കുടകിലെ ആകാശനീലിമ തരുന്ന മഞ്ഞു നനവാർന്ന കുളിർക്കാറ്റിലൂടെ വരുന്ന ഏലപ്പൂക്കളുടെ പരിമളം, അവിടെയുള്ള ടിബറ്റൻ മനുഷ്യർ, അവരുടെ വേഷം, ജീവിതചര്യകൾ, ആരാധനാലയം, അങ്ങനെ എന്തൊക്കെ മതി വരുവോളം കണ്ടു, അനുഭവിച്ചു, ആസ്വദിച്ചു. രാത്രിയുടെ ഓരോ യാമങ്ങൾ കഴിയുമ്പോഴും എന്തേ ഇത്ര പെട്ടെന്ന് അവസാനിച്ചത് എന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ. ഈ തണുപ്പുള്ള രാത്രിയിലെ ഓരോ നിമിഷങ്ങളും എത്ര സുന്ദരങ്ങളായിരുന്നു. മൂടൽമഞ്ഞിനെ വകഞ്ഞുമാറ്റിക്കൊണ്ട് കാർ സാവധാനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. സിൽവർ ഓക്കുമരങ്ങൾക്കിടയിലൂടെ നീളുന്ന പാതകൾ. മൂന്നാറിലേക്കുള്ള നീണ്ട ഒരു യാത്രയിലായിരുന്നു ആ യുവമിഥുനങ്ങൾ. തേയില നുള്ളുന്ന സ്ത്രീകൾ വരിവരിയായി പാതയുടെ ഓരം ചേർന്ന് പോകുന്നത് ഇടയ്ക്കൊക്കെ കാണാം. ഫ്രെഡി തൻ്റെ മൊബൈലിൽ വെഡിംഗ് ഫോട്ടോകൾ കാണുകയും ആരോടൊക്കെയോ സംസാരിക്കുകയും ചെയ്യുന്നു. ഇടയ്ക്കൊക്കെ പുറത്ത് കാഴ്ചകളിലേക്ക് നോക്കുകയും ചെയ്യുന്നുണ്ട്. വഴിയുടെ വശങ്ങളിൽ കുപ്പികളിൽ നിറയെ കാട്ടുതേനുമായി ആവശ്യക്കാരെ കാത്തു നിൽക്കുന്നവർ. തമിഴ് ചുവയുള്ള മലയാളത്തിൽ അവർ പലരെയും വിളിക്കുകയും എന്തൊക്കെയോ പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു ഹണിമൂൺ ട്രിപ്പിൻ്റെ എല്ലാ മൂഡും നിറഞ്ഞതായിരുന്നു അവരുടെ യാത്ര. മടിയിൽ ഉറങ്ങിക്കിടക്കുന്ന മെർലിൻ്റെ അലസമായ മുടിയിഴകളിൽ ഫ്രെഡി വിരലൊടിച്ചുകൊണ്ടിരുന്നു. 3-4 ദിവസങ്ങളായി ഉറക്കം കുറഞ്ഞ രാത്രികളായിരുന്നു. ഏറെ വൈകിയായിരിക്കും മിക്കവാറും ഉറങ്ങുന്നത്. ശാന്തമായി ഉറങ്ങിക്കോട്ടെ, ഫ്രെഡി മനസ്സിലോർത്തു. അവളുടെ നീണ്ട മുടിയിഴകളിൽ വീണ്ടും വിരലുകൾ ഓടിച്ചുകൊണ്ടിരുന്നു. ഒരു അറേഞ്ച് മാരേജ് ആയതുകൊണ്ട് തന്നെ അവർ സ്നേഹിച്ചു തുടങ്ങിയതേയുള്ളൂ. കഥകളും വിശേഷങ്ങളും ഏറെ പറയാനുണ്ടായിരുന്നു ഇരുവർക്കും. രാത്രികൾക്ക് ഏറെ ദൈർഘ്യമുണ്ടാകണമേ എന്ന് ആഗ്രഹിച്ച നാളുകൾ. ഹെയർപിൻ വളവുകൾ താണ്ടി കാർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഫ്രെഡിയുടെ മടിയിൽ അല്പം മയങ്ങിപ്പോയ മെർലിൻ ഹാൻഡ് ബാഗിലെ മൊബൈൽ ബെൽ കേട്ടാണ് ഉണർന്നത്. വീട്ടിൽ നിന്നും മമ്മിയുടെ കോളാണ്. അല്ലേലും ഫ്രെഡിയുടെ മമ്മിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. എന്നാ മമ്മി, നിങ്ങൾ എവിടെയായി മോളെ? മമ്മി, ഞങ്ങൾ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നാളെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ വരും. ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസ് അല്ലേ മമ്മി വരുന്നത്. 24-ന് രാവിലെ തന്നെ ഇവിടുന്ന് തിരിക്കും. മമ്മി കൂടുതൽ ടെൻഷൻ അടിച്ച് BP കൂട്ടേണ്ട. മോളെ, വാകത്താനത്തുള്ള ജോസുകുട്ടിച്ചായനും ഷേർലി ആൻറ്റിയും മക്കളും പിന്നെ തിരുവല്ലായിലുള്ള ജോബിച്ചായനും റോസി ചേച്ചിയും എല്ലാവരും നിങ്ങൾക്കായി കാത്തിരിക്കുക. ഈ ക്രിസ്മസിന് എല്ലാവരും നിങ്ങളോടൊപ്പം കൂടാനാ. മമ്മി, ആൻഡ്രിയ മോളും അപ്പൂസും എന്നാ പറയുന്നു? മോളെ, ആൻഡ്രിയ മോളിവിടെ പല പ്ലാനുകളും ചെയ്യുന്നുണ്ട്. ചേച്ചി വന്നിട്ട് വേണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഷേർലി ആൻറ്റി മോൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അപ്പൂസും ആൻഡ്രിയ മോളും ക്രിസ്മസ് ട്രീയിൽ പുതിയ ബലൂണും ലൈറ്റും ഒക്കെ ഇടുക. അപ്പച്ചൻ എന്തിയാ മമ്മി? മോളെ, അപ്പച്ചൻ ടൗൺ വരെ പോയേക്കുക. ക്രിസ്മസിന് അറക്കാൻ ഒരാടിനെ ചന്തേന്ന് അപ്പച്ചൻ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം വന്നിട്ട് വേണം. മോളെ, നാളെ കഴിഞ്ഞ് രാവിലെ തന്നെ അവിടുന്ന് തിരിക്കണേ. ശരി മമ്മി. മെർലിൻ വീണ്ടും ഉറക്കക്ഷീണത്തോടെ ഫ്രെഡിയുടെ തോളത്തേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരുന്നു. ഫ്രാൻസിൽ നിന്ന് വന്ന് 1 മാസത്തിനുള്ളിലായിരുന്നു വിവാഹം. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പ്ലാൻ ചെയ്യാൻ ഫ്രെഡിക്കായില്ല. 6 വർഷമായി അവിടെയൊരു IT കമ്പനിയിലായിരുന്നു ഫ്രെഡി. കാഞ്ഞിരപ്പള്ളിയിൽ പ്ലാന്ററായ
പുലിക്കാട്ടിൽ ഔസേപ്പച്ചൻ്റെയും ലാലിയുടെയും ഏക മകളായിരുന്നു മെർലിൻ. ഫാഷൻ ഡിസൈനിങ്ങിൽ ഡിഗ്രി കഴിഞ്ഞ് 1 വർഷക്കാലം വീട്ടിൽ നിൽക്കുമ്പോഴായിരുന്നു ഫ്രെഡിയുമായുള്ള വിവാഹം. സിറ്റി ലൈഫിലെ തിരക്കുകൾക്കിടയിൽ ഹണിമൂണിനായി ഫ്രെഡി തന്നെയായിരുന്നു ശാന്തമായ കുടക് തിരഞ്ഞെടുത്തത്. നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം സായാഹ്നത്തിലായിരുന്നു ആ നവദമ്പതികൾ മൂന്നാറിലെത്തിയത്. പഴയ മൂന്നാറിൽ നിന്നും 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി കുന്നിൻ മുകളിലെ മെർലിൻ്റെ പപ്പയുടെ റിസോർട്ടിലേക്കാണ് അവരുടെ കാർ കയറിപ്പോയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം. ചെറുപ്പത്തിൽ എത്രയോ തവണ ഇവിടെ വന്നിരിക്കുന്നു. കാറിൽ നിന്നിറങ്ങി ഹാൻഡ് ബാഗുമായി റിസോർട്ടിലേക്ക് നടന്നപ്പോൾ മെർലിൻ പറഞ്ഞു. കുളിച്ച് ഫ്രഷായി ബാൽക്കണിയിൽ നിന്ന് പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി മെർലിൻ അല്പനേരം നിന്നു. വീശിയടിക്കുന്ന മഞ്ഞു നനവാർന്ന കാറ്റ്, അങ്ങകലെ ആകാശ നീലിമയിലൂടെ മഞ്ഞുമേഘങ്ങൾ ഒഴുകി നടക്കുന്നത് വ്യക്തമായി കാണാം. പകലിൻ്റെ അന്ത്യത്തിൽ സന്ധ്യ വന്ന് പരന്നിരുന്നു. സായാഹ്നങ്ങൾ വന്ന് ആകാശമേഘങ്ങളിൽ ചായമിടുന്നത് കാണാൻ എന്തു രസം. ഒരു പ്രാവശ്യം കോളേജിൽ നിന്ന് ടൂറിന് മൂന്നാറിൽ വന്നെങ്കിലും ടീച്ചർമാരുടെയും സിസ്റ്റർമാരുടെയും ചിട്ടയിലും നിയന്ത്രണത്തിലും മറ്റുമായിരുന്നു. അന്നാ നിയന്ത്രണങ്ങൾ ആവശ്യമായിരുന്നു. പക്ഷേ ഇന്ന് വളരെ സ്വതന്ത്രമായി. കാട്ടിലൂടെ മരച്ചില്ലകളിലേക്ക് മാറി മാറി പറക്കുന്ന ഇണക്കുരുവികളെപ്പോലെ. എനിക്കും ഫ്രെഡിക്കുമിടയിൽ ഒരു ബന്ധനങ്ങളുമില്ല. പപ്പയുടെയും മമ്മിയുടെയും കൂടെ എത്രയോ തവണ ഇവിടെ വന്നിരിക്കുന്നു. അന്നൊന്നും കാണാത്ത എന്തെല്ലാം ഇന്ന് കാണുന്നു. പൂക്കൾ, പൂനിലാവ്, നീലനിശീഥിനി, അങ്ങനെ എന്തൊക്കെ. മഞ്ഞു പൊഴിയുന്ന ഡിസംബറിൽ ആദ്യമായി ഇവിടെ ഒരു വർണ്ണപതംഗമായി മാറിയതുപോലെ എൻ്റെ സങ്കല്പ ചക്രവാളത്തിലെ സുന്ദര നിമിഷങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മധുവിധ രജനികൾ മതിവരുവോളം ആസ്വദിച്ചു. പ്രഭാതത്തിൽ വിടരുന്ന പൂക്കളിൽ തേൻ നുകരാൻ ആവേശത്തോടെ വരുന്ന കരിവണ്ടുകളെപ്പോലെ ആ മന്മഥരാത്രികൾ. ഹോ, പഞ്ചേന്ദ്രിയങ്ങളെ ഉണർത്തിയ ആ രാത്രികൾ ഓർക്കുമ്പോൾ തന്നെ ശരീരത്തിലൂടെ എന്തോ അരിച്ചിറങ്ങുന്ന പോലെ. ഇവിടെ ഫ്രെഡിയോടൊപ്പം കുറച്ച് ദിവസങ്ങൾ കൂടി നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ. മെർലിൻ്റെ ചിന്തകൾ അങ്ങനെ പോയി. സന്ധ്യയുടെ ചായക്കൂട്ടുകൾ പതിയെ മാഞ്ഞു പോയിരുന്നു. ഇരുട്ട് കനം വച്ചു തുടങ്ങി. കിഴക്കുനിന്ന് വന്നൊരു മൃദുലമായ കാറ്റ് അവളുടെ മേനിയിൽ മുത്തമിട്ട് എങ്ങോട്ടോ കടന്നുപോയി. യാത്രയുടെ ക്ഷീണത്തിലും മറ്റും ആ രാത്രിയിൽ റിസോർട്ടിലെ മുറിയിൽ അവർ നേരത്തെ കിടന്നുറങ്ങി. പ്രഭാതത്തിൽ ആകാശമേഘങ്ങളിൽ സൂര്യകിരണങ്ങൾ പതിയും മുൻപേ ഫ്രെഡി ഉണർന്നിരുന്നു. അലസമായി കിടന്ന നേർത്ത നൈറ്റ് ഗൗണിൽ പാതി നഗ്നതയിൽ മെർലിൻ ഉറങ്ങുകയാണ്. ഇരുളല ചിതറി പുലരി ഉണർന്നു. പ്രഭാതം അതിൻ്റെ എല്ലാ അവസ്ഥയിലും വിടർന്നിരുന്നു. തേൻകുരുവികൾ ആവേശത്തോടുകൂടി ചുണ്ടുകൾ ആഴ്ന്നിറക്കി പൂക്കളിൽ നിന്ന് തേൻ വലിച്ചു കുടിക്കുകയാണ്. പ്രിയന് പകർന്നു കൊടുക്കുന്ന പ്രണയവികാര ചഷകങ്ങളായി ഇരുവരും മാറിയിരുന്നു. ഫ്രെഡി അല്പനേരം കൂടി ബെഡിലിരുന്ന് മെർലിൻ്റെ തൊടുത്ത കവിൾത്തടങ്ങളിൽ വിരലുകൾ ഓടിച്ചു. അല്പം കൂടി ഉറങ്ങിക്കോട്ടെ, ക്ഷീണം കാണും. ഫ്രെഡി യാത്രയ്ക്കായുള്ള ഒരുക്കത്തിലാണ്. ഇരുവരും അന്ന് മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിച്ച് നടന്നു. പച്ചപ്പുല്ലുകളാൽ നിറഞ്ഞ മൊട്ടക്കുന്നുകളും താഴ്വാരങ്ങളും എക്കോ പോയിന്റും വരയാടുകൾ നിറയെയുള്ള മലഞ്ചെരിവുകളും എല്ലാം കുന്നിൻമുകളിൽ കൂട്ടമായി വിരിഞ്ഞു നിൽക്കുന്ന കുറിങ്ങിപ്പൂക്കൾ കാണുമ്പോൾ ഫ്രാൻസിലെ പൂന്തോട്ടങ്ങളിൽ വിരിയുന്ന ഐറിസ് പൂക്കളെയും ഡാഫഡിൽ പുഷ്പങ്ങളെയും ഞാൻ ഓർക്കും. അവയ്ക്കൊന്നും കാണാത്ത വശ്യത ഈ കുറിങ്ങിപ്പൂക്കളിൽ എങ്ങനെ വന്നു? ഒരു പക്ഷേ മെർലിൻ എൻ്റൊപ്പം ഉള്ളതുകൊണ്ടാവാം എനിക്ക് അങ്ങനെ തോന്നിയത്. യൂക്കാലിപ്സ് മരങ്ങളുടെ നിഴൽ വീണ നിലങ്ങളിൽ മെർലിൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് ഫ്രെഡി പറയും. ചില സമയങ്ങളിൽ ഫ്രെഡി കൂടുതൽ റൊമാൻറ്റിക് ആവും. ആ റൊമാൻസ് ഞാൻ കൂടുതൽ ആസ്വദിക്കും. ഞാൻ പലപ്പോഴും ചിന്തിക്കും, പർപ്പിളും വയലറ്റ് നിറങ്ങളുമില്ലാതെ എന്തൊരു റൊമാൻസ്.
റൊമാൻസിന്റെ രാജകുമാരികൾ തന്നെ ഈ വർണ്ണങ്ങളാണ്. ഇന്നത്തെ രാത്രി അവർക്ക് വളരെ വിലപ്പെട്ടതാണ്. മൂന്നാറിലെ ഈ രാത്രിയോടുകൂടി ഹണിമൂൺ യാത്രകൾക്ക് വിട പറയുന്നു. നാളത്തെ പകൽ അവസാനിക്കുന്നത് ക്രിസ്മസ് രാവിനെ വരവേറ്റുകൊണ്ടായിരിക്കും. എല്ലാവരോടും ഒത്തൊരു ക്രിസ്മസ്, ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസ്. നാളെ എൻ്റെ മനസ്സ് മറ്റൊരു തലത്തിലായി മാറും. പാതിരാ കുർബാനയ്ക്കായി മെത്രാപ്പൊലീത്തൻ പള്ളിയിലേക്ക് പോകുമ്പോഴും ആൾത്താരയ്ക്ക് അഭിമുഖമായി നിന്ന് കുർബാന സ്വീകരിക്കുമ്പോഴും കുട്ടികളുമായി കളിക്കുമ്പോഴുമെല്ലാം ഈ രാത്രിക്ക് അല്പം കൂടി ദൈർഘ്യമേറിയതായിരിക്കണേ, മെർലിൻ ചിന്തിച്ചു. ആ രാത്രിയിൽ മെർലിനായി ഒരു ഫ്രഞ്ച് ഡിന്നർ തന്നെയായിരുന്നു ഫ്രെഡി ഒരുക്കിയത്. തൂവെള്ള നിറത്തിൽ റോസാപ്പൂക്കളിൽ മഞ്ഞുതുള്ളികൾ പതിപ്പിച്ച പോലെയുള്ള ഫ്രോക്കിൽ മെർലിൻ കൂടുതൽ സുന്ദരിയായി മാറി, യവന കഥകളിലെ നായികയെപ്പോലെ. ഇതെന്താണ് ഫ്രെഡി? ഡൈനിങ് ടേബിളിൽ കണ്ട ഗ്ലാസ് ബോട്ടിലിൽ നോക്കിക്കൊണ്ട് മെർലിൻ ചോദിച്ചു. മെർലിൻ, നീ വൈൻ കുടിച്ചിട്ടുണ്ടോ? വീട്ടിൽ ചിലപ്പോൾ മമ്മി മുന്തിരി വൈൻ ഉണ്ടാക്കും, അത് കുടിക്കും. ഞാൻ മെർലിനായി കൊണ്ടുവന്ന ഏറ്റവും വിലയേറിയ വൈനാണിത്. മെർലിനുമൊത്തുള്ള ഈ ദിവസത്തിനായി കാത്തുവെച്ചതാണ്. ഫ്രാൻസിലെ മാൽഗാട്ടി പ്രവിശ്യയിലെ തോട്ടങ്ങളിൽ വിളയുന്ന പച്ച മുന്തിരിയിൽ നിന്നും തയ്യാറാക്കി ഓക്ക് മരപ്പലകകൾ കൊണ്ടുണ്ടാക്കിയ ഭരണിയിൽ കാലങ്ങളായി സൂക്ഷിക്കുന്ന പച്ച നിറമുള്ള ഷാബ്ലി വൈൻ. ഈ വൈനിന്റെ നിറം തന്നെ വളരെ ആകർഷകമാണ്, പച്ചയും മഞ്ഞയും കലർന്ന നിറം. ഇരുവരും ഫ്രഞ്ച് ഡിന്നർ ആസ്വദിച്ചു കഴിച്ചു. ഫ്രെഡിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂൺ ഹാർബർ വിസ്കി 2 ഗ്ലാസുകളിലേക്ക് പകർന്നു. മുറിക്കുള്ളിലെ മങ്ങിയ നീലപ്രകാശത്തിൽ അന്ന് ആദ്യമായി മെർലിൻ വിസ്കി കഴിച്ചു. വിസ്കിയും വൈനും ഇരുവരും ഏറെ കഴിച്ചു. ഡിന്നറിന് ശേഷം കുറേ കഴിഞ്ഞ് അവർ പഴയ മൂന്നാറിന്റെ പാതയോരം ചേർന്ന് നടക്കാൻ തുടങ്ങി. ജീൻസും ഓവർകോട്ടും വിസ്കിയുടെ ലഹരിയും അവരെ ഡിസംബർ രാവിന്റെ തണുപ്പിൽ നിന്ന് അല്പം ആശ്വാസമേകി. ഇടയ്ക്കൊരു തണുത്ത കാറ്റ് വീശിയടിച്ചു കടന്നുപോയി. മെർലിൻ സ്കാർഫ് കൊണ്ട് തല മൂടി കഴുത്തിനു ചുറ്റും മഫ്ലർ തട്ടിയിട്ടു. കുറേ ദൂരം മുന്നോട്ട് നടന്നു. വഴിവിളക്കിന്റെ വെട്ടത്തിൽ വിജനമായ വഴികൾ. വീടുകളുടെ മുറ്റത്ത് ക്രിസ്മസ് വിളക്കുകൾ മിന്നിത്തെളിയുന്നു. ക്രിസ്മസ് രാത്രികളിൽ നീലാംബരത്ത് തെളിയുന്ന നക്ഷത്രങ്ങളെ അവർ വ്യക്തമായി കണ്ടു. ദൂരെ എവിടെയോ കരോൾ സംഘങ്ങളുടെ പാട്ടുകൾ കേൾക്കാം. ദൈവപുത്രന്റെ ജനനം വിളിച്ചറിയിക്കുന്നവർ. ഡിസംബർ രാവിന്റെ കട്ടപിടിച്ച തണുപ്പിൽ വൈനിന്റെയും വിസ്കിയുടെയും ലഹരി ഇരുവരുടെയും സിരകളിൽ ചൂട് പിടിപ്പിച്ചിരുന്നു. കുറേ മുന്നോട്ട് നടന്നപ്പോഴാണ് കുന്നിൻ മുകളിൽ സ്കോട്ടിഷ് മാതൃകയിലുള്ള കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു പഴയ പള്ളി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. യൂറോപ്യൻ രാജ്യങ്ങളിലാണ് സാധാരണയായി ഇത്തരം പള്ളികൾ കാണുന്നത്. കൗതുകകരമായി തോന്നിയ ആ ദേവാലയം കാണാൻ സൈപ്രസ് മരങ്ങളുടെയും പൈൻ മരങ്ങളുടെയും ഇടയിലൂടെയുള്ള പാതയിൽ അവർ ആ രാത്രിയിൽ കുന്നിൻ മുകളിലേക്ക് നടന്നു. പുല്ലുകളിൽ മഞ്ഞുതുള്ളികൾ തൂവെള്ള രോമക്കുപ്പായം അണിഞ്ഞതുപോലെ. പുല്ലുകളിലും പൂക്കളിലും എങ്ങും മഞ്ഞുകണങ്ങൾ മാത്രം. രാത്രിയുടെ അരണ്ട വെളിച്ചത്തിൽ പള്ളിയുടെ വാതിലിന്റെ വശങ്ങളിലെ കൽപ്പടിയിൽ അവർ ഇരുന്നു. വിസ്കിയുടെയും വൈനിന്റെയും ലഹരി അവരെ ഉന്മാദാവസ്ഥയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഡിസംബറിലെ മഞ്ഞു പെയ്യുന്ന ആ രാത്രിയിൽ ഒരു പുതപ്പിന്റെ കീഴിൽ ഇരുവരും പള്ളിയുടെ വാതിൽപ്പടിയിലിരുന്ന് അറിയാതെ ഉറങ്ങിപ്പോയി. മഞ്ഞു പെയ്തിറങ്ങുന്ന ക്രിസ്മസിലെ ആ പാതിരാവ്, ഉണ്ണിയേശുവിന്റെ ജനനമറിയിക്കാൻ കരോൾ സംഘങ്ങൾ വീടുകൾ തോറും പോകുന്ന പാതിരാവ്, നിശാശലഭങ്ങളും രാക്കിളികളുമെല്ലാം തണുത്തുറങ്ങുന്ന ആ പാതിരാവ്, നീലാകാശത്തെ നക്ഷത്രകന്യകമാർ ഭൂമിയിലേക്കിറങ്ങുന്ന പാതിരാവ്. ഉറങ്ങാത്ത ആകാശത്തിലെ നക്ഷത്രങ്ങളെ സാക്ഷിയാക്കി ഫ്രെഡിയുടെ മടിയിൽ തലചായ്ച്ച് മെർലിൻ ഉറങ്ങുകയാണ്. രാവിന്റെ നിശബ്ദത അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരുന്നു. ഏറെ നേരത്തെ മയക്കത്തിനു ശേഷം മെർലിൻ ഉണർന്നപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അല്പമകലെ കുന്നിൻ മുകളിലുള്ള സെമിത്തേരിയിലെ ശവക്കല്ലറയിൽ നേർത്ത വെട്ടം പരക്കുന്നു. തൂമഞ്ഞ് മന്ദം മന്ദമൊഴുകിയ രാവിൽ
നിറയെ കുന്തിരിക്ക സുഗന്ധം എങ്ങും പരന്നിരുന്നു. കുതിരവണ്ടികൾ വേഗത്തിൽ ഓടിവരുന്ന ശബ്ദം കാതുകളിൽ മുഴങ്ങി. ആരോ പിയാനോയിൽ വായിച്ച ശോകരാഗം എവിടെ നിന്നോ കേൾക്കാം. ഉയരത്തിലുള്ള പള്ളിമണികൾ ആർത്തലച്ചുകൊണ്ടിരുന്നു. പള്ളിക്കുള്ളിലെ ക്ലോക്കിൽ 2 മണിയടിച്ചത് വാതിൽപ്പടികളിൽ ഇരുന്നവർ കേട്ടു. നടുക്കം മാറാതെ മെർലിൻ ഫ്രെഡിയെ തട്ടിയുണർത്തി. അല്പസമയത്തിന് ശേഷം എല്ലാം നിശബ്ദമായതുപോലെ. ഇപ്പോൾ കുതിരക്കുളമ്പടി ശബ്ദങ്ങളില്ല, പള്ളിമണിയൊച്ചയല്ല, നിശ്ചലം. എങ്ങും നിശബ്ദത മാത്രം. നേർത്ത പ്രകാശത്തിലെ പുകമഞ്ഞിൽ പെട്ടെന്നാണ് സ്വർണത്തലമുടിയുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി കയ്യിൽ പൂക്കളുമായി ശവക്കല്ലറയ്ക്കരികിൽ പ്രത്യക്ഷപ്പെട്ടത്. അവരാരെയോ തിരയുകയാണ്. നിമിഷങ്ങൾക്കകം കയ്യിൽ പനിനീർ പുഷ്പങ്ങളുമായി വെള്ള വസ്ത്രങ്ങളണിഞ്ഞ് ഒരു യുവാവും പ്രത്യക്ഷപ്പെട്ടു. ഇരുവരും ആ കാഴ്ചകളിൽ സ്തബ്ധരായി. പിയാനോയിൽ നിന്നും വരുന്ന നേർത്ത വിഷാദ സംഗീതം അവിടെയെങ്ങും അലയടിച്ചുകൊണ്ടിരുന്നു. ഭയന്നു വിറച്ച മെർലിൻ ഫ്രെഡിയുടെ കൈകളിൽ മുറുകെ പിടിച്ച് ഒരു ഷോളിന്റെ കീഴിൽ ആ കൽപ്പടിയിൽ തന്നെയിരുന്നു. നേർത്ത പ്രകാശത്തിൽ ആ 2 രൂപങ്ങൾ ശവക്കല്ലറയ്ക്കരികിൽ അല്പനേരം നിന്നു. വീണ്ടും കുതിരക്കുളമ്പടികളുടെയും പള്ളിമണികളുടെയും ശബ്ദങ്ങൾ. പിയാനോയിൽ നിന്നും വരുന്ന സംഗീതത്തിന്റെ അകമ്പടിയോടെ ആ 2 രൂപങ്ങൾ അപ്രത്യക്ഷമായി. കുതിരക്കുളമ്പടിയുടെ ശബ്ദങ്ങൾ പതിയെ പതിയെ നേർത്തില്ലാതായി. ആ തണുത്ത അന്തരീക്ഷത്തിൽ പോലും അവരെ വിയർക്കുന്നുണ്ടായിരുന്നു. വാതിൽപ്പടിയിൽ നിന്നെഴുന്നേറ്റ് മെർലിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് വേഗത്തിൽ റിസോർട്ടിലേക്കോടി. ഭയന്നു വിറച്ച മനസ്സുമായി ഓടിയും നടന്നും അവർ ഏറെ ക്ഷീണിച്ചിരുന്നു. ഫ്ലാസ്കിൽ നിന്നും വെള്ളം കുടിച്ച് റിസോർട്ടിലെ റൂമിൽ ഇരിക്കുമ്പോഴും മെർലിന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജനാലച്ചില്ലുകളിൽ മഞ്ഞുകണങ്ങൾ ഒലിച്ചിറങ്ങുന്നത് കാണാം. പുറത്ത് ഡിസംബർ മാസത്തെ കൊടും തണുപ്പ്. അകത്ത് മനസ്സും ശരീരവും മരവിച്ച 2 ജീവനുകൾ. ഫ്ലാസ്കിൽ നിന്ന് വീണ്ടും വെള്ളം കുടിക്കുമ്പോഴും മെർലിന്റെ കിതപ്പ് മാറിയിട്ടില്ലായിരുന്നു. ആ രാത്രിയിൽ ഭയം കൊണ്ട് അവർക്കുറങ്ങാൻ കഴിഞ്ഞില്ല. ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും അവരുടെ മനസ്സിൽ നീറിപ്പുകഞ്ഞു. ശവക്കല്ലറയിൽ കണ്ട രൂപങ്ങൾ അവർ ആരൊക്കെയായിരുന്നു? ആരെ അടക്കം ചെയ്ത കല്ലറയായിരുന്നു അവിടെ കണ്ടത്? ആ പാതിരാത്രിയിൽ അവർ എന്തിനവിടെ വന്നു? മണിക്കൂറുകൾക്ക് മുൻപ് നടന്ന ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഉറങ്ങാതെ ഏറെ നേരം ആ മുറിയിൽ തന്നെ അവർ ഇരുന്നു. പുലരാറായപ്പോൾ എപ്പോഴോ കിടന്നുറങ്ങിപ്പോയി. വല്ലാത്തൊരു ദൃഢനിശ്ചയത്തോടെയാണ് ക്രിസ്മസ് തലേന്ന് പുലരിയിൽ ഫ്രെഡി ഉണർന്നത്. ഇലകളിലെയും പുല്ലുകളിലെയും മഞ്ഞുകണങ്ങളിൽ സൂര്യകിരണങ്ങൾ പതിച്ചുരുകി നീർത്തുള്ളികൾ പോലെ താഴേക്ക് വീണുകൊണ്ടിരുന്നു. ഇന്നത്തെ സന്ധ്യ ക്രിസ്മസ് രാവാണ് എന്ന ചിന്തകൾക്കപ്പുറം മറ്റൊരു ചിന്ത ഫ്രെഡിയുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നു. വീണ്ടും ഒരു തവണ കൂടി പള്ളിമുറ്റത്ത് പോകണം. ആ ശവക്കല്ലറ ഒന്ന് കാണണം. ഇന്നലെ രാത്രിയിൽ പോയ അതേ വഴികളിലൂടെ അവർ വീണ്ടും നടന്നു. കുന്നിൻ മുകളിൽ ഗോത്തിക് ശൈലിയിൽ കല്ലുകൊണ്ട് പണിതീർത്ത ആ പഴയ ദേവാലയം തല ഉയർത്തി നിൽക്കുന്നു. കഴിഞ്ഞ രാത്രിയിലെ ഭയപ്പെടുത്തുന്ന കാഴ്ച മനസ്സിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. പള്ളിയിലേക്ക് കയറിപ്പോകുന്ന വഴിയിൽ മരപ്പലകയിൽ ഇംഗ്ലീഷിലും തമിഴിലും എഴുതിയതവർ വായിച്ചു: CSI ക്രൈസ്റ്റ് ചർച്ച്, മൂന്നാർ. കഴിഞ്ഞ രാത്രിയിലെ ഇരുട്ടിന്റെ മറവിൽ ആ ബോർഡ് അവർ കണ്ടതേയില്ല. കരിയിലകൾ വീണു നിറഞ്ഞ വഴിത്താരകൾ. തെളിഞ്ഞ നീലാകാശത്തിന്റെ പശ്ചാത്തലത്തിൽ സൈപ്രസ് മരത്തിന്റെയും പൈൻ മരത്തിന്റെയും ഇലകൾ കാറ്റത്ത് താഴേക്ക് കൊഴിഞ്ഞു വീഴുന്നത് കാണാം. 1-2 ആളുകൾ ചേർന്ന് വഴിയിലെ ഉണങ്ങിയ ഇലകളെല്ലാം തൂത്ത് വൃത്തിയാക്കുന്നു. കുന്നിൻമുകളിലെ നിരപ്പായ പ്രദേശത്ത് ശാന്തമായി ഉറങ്ങുന്ന ദേവാലയം. പൂർണ്ണമായി കല്ലുകൊണ്ട് പണിത വാച്ച് ടവർ അല്പം മാറി കാണാം. തടിയിൽ തീർത്ത പള്ളിയുടെ വലിയ വാതിലുകൾ തുറന്നു കിടക്കുന്നു. പുറത്തൊന്നും ആരെയും കാണുന്നില്ല. ബൈബിൾ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ സ്റ്റൈൻ ഗ്ലാസിൽ വരച്ച് പള്ളിക്കുള്ളിൽ ഭിത്തിയിൽ പതിച്ചിരിക്കുന്നു. റോമനക്കങ്ങളുള്ള വലിയ ക്ലോക്ക് അൾത്താരയ്ക്ക് മുന്നിലായി തൂക്കിയിരിക്കുന്നു. വർഷങ്ങളായി ഉപയോഗിക്കാതിരുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന പഴയൊരു ഇംഗ്ലീഷ് പിയാനോ
വലതുവശത്തായി കാണാം. ഇന്നലെ രാത്രിയിൽ ഈ പിയാനോയിൽ നിന്നാണോ വിഷാദരാഗം വന്നത്? അങ്ങനെയെങ്കിൽ അതാരായിരിക്കും വായിച്ചത്? ഫ്രെഡിയുടെ മനസ്സിൽ ഭയപ്പെടുത്തുന്ന പല സംശയങ്ങളും വന്നുകൊണ്ടിരുന്നു. ഇരുവരും പള്ളിക്കുള്ളിലെ വിസ്മയ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. പള്ളിമുറ്റത്തു നിന്നും അല്പം മാറി മറ്റൊരു കുന്നിൻപുറത്താണ് സെമിത്തേരി. ഇവിടുത്തെ മരങ്ങൾ പോലും ശോകമൂകമായാണ് നിൽക്കുന്നത്. എങ്ങോ നടന്ന ദുഃഖകഥയിലെ നായകന്മാരെ പോലെ എല്ലാം ഉള്ളിലൊതുക്കി നിൽക്കുന്നു. കുന്നിൻ മുകളിലെ സെമിത്തേരിയിലേക്ക് അവർ നടന്നു. ഏറെ പഴക്കമുള്ള ശവക്കല്ലറകൾ പലയിടത്തും കാണാം. അനേകം ആത്മാക്കൾ ഉറങ്ങുന്ന സെമിത്തേരി ഇപ്പോൾ മൂകമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരണത്തീയതികൾ മാർബിൾ പാളികളിൽ കൊത്തിയിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ആൾരൂപങ്ങൾ കണ്ട കല്ലറയ്ക്കരികിലേക്ക് അവർ നടന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ സ്മാരകം പോലെ തോന്നിപ്പിക്കുന്ന കല്ലറ. പുൽച്ചെടികൾക്ക് നടുവിലായുള്ള ശവക്കല്ലറയിൽ കാട്ടുപൂക്കളും കരിയിലകളും വീണു നിറഞ്ഞിരിക്കുന്നു. നിറം മങ്ങിയ മാർബിൾ ഫലകങ്ങളിൽ കൊത്തിവെച്ച പേര് മെർലിൻ പ്രയാസപ്പെട്ട് വായിച്ചു. എലനോർ ഇസബൽ മേ. അല്പം താഴെയായി മറ്റൊരു മാർബിൾ ഫലകത്തിൽ എന്തോ എഴുതിയിരിക്കുന്നു. പായലുകൾ മായ്ച്ചപ്പോൾ തെളിഞ്ഞു വന്നത് മെർലിൻ വായിച്ചു. ദ ഡിയർലി ബിലവഡ് വൈഫ് ഓഫ് ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റ് ആൻഡ് യങ്ങസ്റ്റ് ഡോട്ടർ ഓഫ് ബിയോഫോർഡ് ബ്രാബ്സൺ MT died 23rd December 1894, aged 24 years. അപ്പോ ഇന്നലെ രാത്രിയിൽ കണ്ട് സുന്ദരിയായ പെൺകുട്ടി എലനോർ ഇസബൽ ആയിരുന്നോ? മെർലിൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. ശവക്കല്ലറയ്ക്ക് മുകളിലായി വാടാത്ത കുറേ പനിനീർ പുഷ്പങ്ങൾ വിതറിയ പോലെ കിടന്നിരുന്നു. ചുറ്റുപാടും പിച്ചിപ്പൂക്കളുടെ സുഗന്ധം അവർക്ക് അനുഭവപ്പെട്ടു. പെട്ടെന്നാണ് മെർലിന് അതിലെഴുതിയിരിക്കുന്ന ഡേറ്റ് ശ്രദ്ധയിൽപ്പെട്ടത്. 23rd December 1894. ഫ്രെഡി, ഒരു കാര്യം ശ്രദ്ധിച്ചോ? എന്ത്? അതിലെഴുതിയ ഡേറ്റ് കണ്ടോ? 23rd December. ഓ മൈ ഗോഡ്! അപ്പോൾ കഴിഞ്ഞ രാത്രി December 23rd ആയിരുന്നല്ലോ. ഈ മരണം നടന്നിട്ട് ഇന്നേക്ക് 125 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആരാണ് ഈ ഇംഗ്ലീഷുകാരി എലനോർ ഇസബൽ എന്ന പെൺകുട്ടി? ചെറുപ്രായത്തിൽ എങ്ങനെ അവർ മരണപ്പെട്ടു? ആശ്ചര്യപൂർവം ചുറ്റുപാടും നോക്കിയപ്പോൾ പലയിടത്തും ബ്രിട്ടീഷ് സൈനികരുടെ ശവക്കല്ലറകൾ, പലതിലും നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള മരണത്തീയതികൾ. ഇരുവരും കുറേ നേരം അവിടെ ചെലവഴിച്ച് കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് നടക്കുമ്പോഴും കഴിഞ്ഞ രാത്രിയിൽ കണ്ട ആ ബ്രിട്ടീഷുകാരി പെൺകുട്ടിയുടെ മുഖമായിരുന്നു മനസ്സ് നിറയെ. പള്ളിക്കുള്ളിൽ വീണ്ടും അവർ വന്നിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് 80 വയസ്സുമേൽ പ്രായം തോന്നിക്കുന്നയാൾ കടന്നു വന്നത്. മെർലിൻ, നമുക്ക് ഇയാളോടൊന്ന് ചോദിക്കാം. ഒരുപക്ഷേ ഈ മനുഷ്യന് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയും. ഇത്ര രാവിലെ ഞങ്ങളെ കണ്ടതുകൊണ്ടാവാം ആ മനുഷ്യനിൽ എന്തോ ഒരു ഭാവമാറ്റം പോലെ. എന്താ മക്കളെ ഇത്ര രാവിലെ? അതിരാവിലെ കണ്ടതുകൊണ്ടാവാം അങ്ങനെ ചോദിച്ചത്. ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് കാണാൻ വന്നതാ. ഇന്നെന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ ഇവിടെ? എല്ലായിടവും വൃത്തിയാക്കുന്നു. ഇന്ന് ക്രിസ്മസ് രാത്രിയല്ലേ മക്കളെ? സന്ധ്യയ്ക്ക് ക്രിസ്മസ് കരോൾ നടക്കും. അതിനുശേഷം പാതിരാ കുർബാന. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കുറേ കഴിയുമ്പോൾ കരോൾ പ്രാക്ടീസിനുള്ള കുട്ടികൾ വരും. ഇന്നലെ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ അവർ പറഞ്ഞു. അല്പനേരം ചിന്താമഗ്നനായി നിന്ന ആ മനുഷ്യൻ തുടർന്നു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അന്നത്തെ പിതാക്കന്മാരിൽ നിന്ന് പറഞ്ഞു കേട്ടത് ശരിയാണെങ്കിൽ നിങ്ങൾ കണ്ട കല്ലറയിൽ നിത്യതയിൽ ഉറങ്ങുന്നത് പ്രണയിച്ചു കൊതിതീരാത്ത മാലാഖയാണ്. ഹെൻറി നൈറ്റിൻ്റെ പ്രിയപത്നി, ഇംഗ്ലണ്ടിൽ സോമർസെറ്റിലെ പ്രഭുകുമാരി ബ്രാബ്സൺ പ്രഭുവിൻ്റെ ഇളയ മകൾ, മേ എന്ന ഓമനപ്പേരിൽ വിളിക്കുന്ന എലനോർ ഇസബൽ മേ. മൂന്നാറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഈ പള്ളിയും എലനോർ ഉറങ്ങുന്ന കുന്നിൻമുകളും സന്ദർശിക്കാതെ ആരും പോകില്ല. ഒരു ഡിസംബർ മാസം, കൃത്യമായി പറഞ്ഞാൽ 1894 ഡിസംബറിലെ ദിനരാത്രങ്ങൾ. മഞ്ഞുമേഘങ്ങളെ തൊട്ടു നിൽക്കുന്ന കുന്നിൻമുകളിൽ നീലക്കുറിങ്ങികൾ പൂത്തു നിൽക്കുന്ന കാലം. താഴ്വാരങ്ങളിൽ മഞ്ഞുകണങ്ങൾ നൂൽമഴ പോലെ പെയ്തിറങ്ങുന്ന ഡിസംബറിലെ ആ രാത്രികൾ. നിങ്ങളെപ്പോലെ വികാരതരളിതമായ മധുവിധം ആഘോഷിക്കാനാണ് എലനോറും ഹെൻറിയും മൂന്നാറിലേക്ക് വന്നത്.
കണ്ടില്ലേ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മരങ്ങൾ പോലും എലനറിൻ്റെയും ഹെൻറിയുടെയും പ്രണയത്തിന് സാക്ഷികളാണ്. പിന്നീട് വൃദ്ധനായ ആ മനുഷ്യൻ പറഞ്ഞതെല്ലാം പ്രണയാർദ്രമായ എലനറിൻ്റെയും ഹെൻറിയുടെയും ജീവിതമായിരുന്നു. നിങ്ങൾക്കറിയാമോ, നൂറ്റാണ്ടുകൾക്ക് മുൻപേ മലകളും താഴ്വാരങ്ങളും അരുവികളും നിറഞ്ഞ കൊടും വനമായിരുന്നു ഇപ്പോഴത്തെ ഈ സുന്ദരമായ മൂന്നാർ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം മുതലാണ് ഇവിടെ തേയില കൃഷി ചെയ്തു പോന്നത്. അങ്ങനെ ഈ ഭൂമിയിലെ തോട്ടങ്ങളെല്ലാം ബ്രിട്ടീഷ് പ്രഭുക്കന്മാരുടെ കൈകളിലായി. നമ്മൾ ഈ നിൽക്കുന്ന പഴയ മൂന്നാറിലുള്ള ആഷ്ലി ടീ പ്ലാന്റേഷനിൽ ജനറൽ മാനേജറായിരുന്നു യുവാവായ ഹെൻറി നൈറ്റ്. പ്രണയിനിയെ പിരിഞ്ഞ് ഇവിടേക്ക് വരാൻ ഹെൻറിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എങ്കിലും പ്രണയാതുരമായ ഹെൻറിയുടെ മനസ്സ് മൂന്നാറിൻ്റെ ദൃശ്യഭംഗിയിൽ അലിഞ്ഞിരുന്നു. എലനോർക്കൊപ്പം മൂന്നാറിൻ്റെ വശ്യതയിൽ ഉല്ലസിക്കാൻ ഏറെ ആഗ്രഹിച്ചു. ഹെൻറിയുടെ സ്വപ്നങ്ങളെല്ലാം എലനോറിനോടൊപ്പമായിരുന്നു. ഇംഗ്ലണ്ടിലെ സോമർസെറ്റിലെ പ്രഭുകുമാരി തൻ്റെ കോളേജ് കാലഘട്ടത്തിലാണ് ഹെൻറിയുമായി പ്രണയത്തിലാകുന്നത്. മേപ്പിൾ മരങ്ങൾ ഇലകൾ പൊഴിക്കുന്ന രാവുകൾ, ഇംഗ്ലണ്ടിലെ തെരുവോരങ്ങൾ അവർക്കും പ്രണയാർദ്രങ്ങളായ നിമിഷങ്ങൾ തന്നെയായിരുന്നു. ഓമന മകളുടെ പ്രണയം വളരെ വൈകിയാണ് ബ്രാബ്സൺ പ്രഭു അറിഞ്ഞത്. ഇംഗ്ലണ്ടിലെ സമ്പന്നതയുടെ മടിത്തട്ടിൽ വളർന്ന പ്രഭുകുമാരിക്ക് തോട്ടക്കാരനായ ഹെൻറിയുമായുള്ള പ്രണയം ബ്രാബ്സൺ പ്രഭുവിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. കടുത്ത പ്രണയത്തിലായ ഇവരെ പിന്തിരിപ്പിക്കാൻ പലതവണ ശ്രമിച്ചിട്ടും സാധിച്ചില്ല. അവരുടെ അനശ്വര പ്രണയത്തിനു മുൻപിൽ ബ്രാബ്സൺ പ്രഭുവിന് മറ്റു മാർഗങ്ങളില്ലാതെയായി. അങ്ങനെ ദീർഘനാളത്തെ പ്രണയത്തിനൊടുവിൽ ഇംഗ്ലണ്ടിലെ സോമർസെറ്റിലുള്ള വെൽസ് കത്തീഡ്രൽ ചർച്ചിൽ വച്ചായിരുന്നു എലനോറും ഹെൻറിയും തമ്മിലുള്ള സ്വപ്നവിവാഹം. വിവാഹശേഷം ഹെൻറിയുടെ ആഗ്രഹം പോലെ ജോലിയിടമായ മൂന്നാറിലേക്കാണ് ഇരുവരും പോയത്. മൂന്നാറിനെപ്പറ്റി ഹെൻറി പറഞ്ഞ അറിവ് മാത്രമേ എലനോറിന് ഉണ്ടായിരുന്നുള്ളൂ. ശ്രീലങ്കയിൽ നിന്നും കപ്പൽ മാർഗമാണ് ഇരുവരും മദ്രാസിലെത്തിയത്. അവിടെ നിന്നും ബോഡി നായ്ക്കന്നൂർ വഴി മൂന്നാറിലേക്ക്. തീവണ്ടിയിലിറങ്ങിയ അവരെ സ്വീകരിക്കാൻ ഹെൻറിയുടെ സുഹൃത്തുക്കൾ ഒത്തുചേർന്നിരുന്നു. ബോഡി നായ്ക്കന്നൂർ റെസ്റ്റ് ഹൗസിൽ ഹെൻറിയുടെ സുഹൃത്തുക്കൾ ചേർന്ന് ഹൃദ്യമായ വിരുന്നൊരുക്കി. ഇവിടുത്തെ മേൽത്തരം ചായയുടെ സ്വാദ് എലനറിന് ഒരുപാടിഷ്ടമായി. മധുവിധു നാളുകൾ മുറിയിൽ തന്നെ ഇരിക്കാതെ ആ നവദമ്പതികൾ മൂന്നാറിൻ്റെ ദൃശ്യഭംഗികൾ കണ്ടു നടന്നു. ചൊക്കനാട് മലമടക്കും ആനമുടി കുന്നുകളുടെ നിഴൽ വീട്ടിയ താഴ്വരകളും പ്രണയ സംഗീതവും മൂളി തരളമായി ഒഴുകുന്ന നദികളും എല്ലാം എല്ലാം പറഞ്ഞു കേട്ടതിനേക്കാൾ എത്ര സുന്ദരമാണ് ഈ മൂന്നാർ, എലനോർ മനസ്സിലോർത്തു. മാനം മുട്ടി നിൽക്കുന്ന യുക്കാലിപ്സ് മരങ്ങളുടെ ഇടയിലൂടെ ഹെൻറിയുടെ കൈപിടിച്ച് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ എലനോർ ഓടി നടന്നു. ആദ്യമായി നീലക്കുറിഞ്ഞി പൂക്കൾ കണ്ടപ്പോൾ ആരെയും അതിശയിപ്പിക്കുന്ന സൗന്ദര്യം തോന്നി. നടന്നും കുതിരവണ്ടിയിലുമായി മൂന്നാറിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദീർഘനിശ്വാസത്തിന് ശേഷം ആ വൃദ്ധൻ തുടർന്നു. അങ്ങനെ ഈ പള്ളി സ്ഥിതി ചെയ്യുന്ന കുന്നിൻ മുകളിൽ അവരെത്തി. നീലക്കുറിഞ്ഞിപ്പൂക്കളുടെ വസന്തകാലമായിരുന്നു അന്ന്. ഈ കുന്നിൻ മുകളിൽ നിന്ന് നോക്കിയാൽ പഴയ മൂന്നാറിൻ്റെ മലയടിവാരങ്ങളും തൊഴിലാളി ലയങ്ങളും എല്ലാം കാണാം. ഹെൻറിയുടെ മടിയിൽ തലചായ്ച്ച് എലനോർ പറഞ്ഞു, ഹെൻറി, ഞാൻ മരിച്ചാൽ ഈ കുന്നിൻ മുകളിൽ എന്നെ അടക്കം ചെയ്യണം. എന്ത് സുന്ദരമാണിവിടം, മടങ്ങിപ്പോരാൻ തോന്നുന്നേയില്ല. അപ്രതീക്ഷിതമായുള്ള എലനോറിൻ്റെ വാക്കുകളിൽ ഹെൻറി പരിഭ്രമിച്ചു. എലനോർ, നീ എന്താണീ പറയുന്നത്? സുന്ദരമായ നമ്മുടെ മധുവിധു ഭൂമിയിലെ ഈ സ്വർഗത്തിൽ ജീവിക്കുകയല്ലേ വേണ്ടത്? എലനോർ വെറുതെ കളിയായി ഒന്ന് ചിരിച്ചു. അടുത്ത പ്രഭാതത്തിൽ വളരെ ക്ഷീണാവസ്ഥയിലാണ് എലനോർ ഉണർന്നത്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളിൽ കോളറ പടർന്നു പിടിച്ച വിവരം ഇരുവരും അറിഞ്ഞത്. മരുന്ന് കണ്ടുപിടിക്കാത്ത പകർച്ചവ്യാധിയായിരുന്നു ആ കാലങ്ങളിൽ കോളറ. ഡിസംബറിലെ ആ ദിനങ്ങൾ ക്രിസ്മസിനോട് അടുത്തടുത്ത് വന്നുകൊണ്ടിരുന്നു. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും രോഗം മൂർച്ഛിച്ചു വന്ന എലനറിനെ വഹിച്ച് കുതിരവണ്ടി അടുത്തുള്ള പ്ലാന്റേഷൻ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. അവിടെ വച്ച് എലനർക്ക് കോളറ സ്ഥിരീകരിച്ചു. എലനർ കുന്നിൻ മുകളിലിരുന്ന് പറഞ്ഞ വാക്കുകൾ
അറം പറ്റുന്നതായിരുന്നു എന്ന് പിന്നീട് തോന്നി. തളർത്തുനിന്ന മേപ്പിൾ പൂക്കളുടെ ഇതളുകൾ പൊടുന്നനെ അടർന്നു വീണ പോലെ ക്രിസ്മസ് കൂടാൻ കാത്തു നിൽക്കാതെ ഹെൻറിയെ തനിച്ചാക്കി ആ രാത്രിയിൽ എലനോർ മരിച്ചു. അത്യന്തം ദുഃഖിതനായി തീർന്ന ഹെൻറിക്ക് അതൊരിക്കലും താങ്ങാൻ പറ്റുമായിരുന്നില്ല. ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് സംസ്കാരം നടത്തണമെന്നായിരുന്നു ബ്രാബ്സൺ പ്രഭു. എങ്കിലും എലനോറിന്റെ ആഗ്രഹം പോലെ തന്നെ ഈ കുന്നിൻ മുകളിൽ അടക്കം ചെയ്തു. എലനോർ മരിച്ച ശേഷം അടക്കം ചെയ്ത കുന്നിൻ മുകളിൽ പൂക്കൾ വയ്ക്കാൻ ഹെൻറി വരുമായിരുന്നു. പിന്നെ ഹെൻറി ഏറെ നാൾ ഈ മൂന്നാറിൽ തന്നെ ഉണ്ടായിരുന്നു. എലനോറിന്റെ ഓർമ്മകളിൽ തേയിലത്തോട്ടങ്ങളിലെ ചുമതലകൾ നോക്കിപ്പോരുന്നു. അന്നിവിടെ ഈ കാണുന്ന പള്ളിയുണ്ടായിരുന്നോ? അവരുടെ പ്രണയകഥയിൽ വൈകാരികമായി അലിഞ്ഞുപോയ മെർലിൻ വളരെ ആകാംക്ഷയോട് ചോദിച്ചു. വൃക്ഷങ്ങളും കുറിഞ്ഞിപ്പൂക്കളും നിറഞ്ഞ കുന്നിൻ പ്രദേശമായിരുന്നു ഇവിടെ. എല്ലാ വർഷവും എലനോറിന്റെ ബന്ധുക്കൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ വരും. കല്ലറയ്ക്കരികിൽ പൂക്കൾ വയ്ക്കും. പിന്നെ വർഷങ്ങൾക്ക് ശേഷം 1914 ഇന്ന് കാണുന്ന ഈ പള്ളി പണിതത്. ഈ സെമിത്തേരിയിൽ എലനോർ ഒറ്റയ്ക്കല്ല. ബ്രിട്ടീഷ് സൈനികരും കുതിരപ്പുറത്തു നിന്നും വീണു മരിച്ച് 4.5 വയസ്സുകാരനും കൂട്ടായിട്ടുണ്ട്. പള്ളി ഉണ്ടാകുന്നതിനു മുൻപേ സെമിത്തേരി വന്നു എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ ഇരുവരെയും വർഷങ്ങൾക്കു മുൻപുള്ള കാലങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നു. എന്നോ നടന്ന ദുഃഖകഥയിലെ കഥാപാത്രങ്ങൾ മെർലിന്റെ മനസ്സിൽ സങ്കടത്തിന്റെ വിത്തുകൾ പാകി. ഒരിക്കലും മറക്കാനാകാത്തൊരു ഡിസംബർ അവർക്ക് സമ്മാനിച്ച മൂന്നാറിനോട് വിട പറയുമ്പോൾ രാവിലെ 11 കഴിഞ്ഞിരുന്നു. കാർ റിസോർട്ടിലെ ഗേറ്റ് കടന്നു പോകുമ്പോൾ മെർലിൻ ഫ്രെഡിയോട് ചോദിച്ചു, നമ്മളിനി ചങ്ങനാശ്ശേരിയിൽ എപ്പോഴെത്തും? വലിയ ട്രാഫിക്കൊന്നുമില്ലെങ്കിൽ വൈകുന്നേരം 4 മണി കഴിയുമ്പോൾ എത്തും. അപ്പോൾ നല്ലാട്ടൊന്ന് ഉറങ്ങാനുള്ള ടൈമുണ്ടല്ലേ? ഫ്രെഡിയുടെ തോളത്തേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് മെർലിൻ പറഞ്ഞു. നീണ്ട യാത്ര. മധുവിധു രാത്രികൾ ഒരു സ്വപ്നത്തിലെന്ന പോലെയായിരുന്നു അവർക്ക്. പള്ളിമുറ്റത്ത് കഴിഞ്ഞ രാത്രിയിലുണ്ടായ അനുഭവം ഒരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പ്രയാസമാകുന്നു. കാറിലിരിക്കുമ്പോൾ പല പ്രാവശ്യം എലനോറിന്റെയും ഹെൻറിയുടെയും മുഖം നേർത്ത വെട്ടത്തിൽ പുകമഞ്ഞൽ എന്ന പോലെ മെർലിന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. ദുഃഖകഥയിലെ നായികാനായകന്മാരായി ഇന്നും അവർ ജീവിക്കുന്നു. യാത്ര, നീണ്ട യാത്ര. മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞു. മൊബൈൽ ബെൽ കേട്ടാണ് മെർലിൻ ഉണർന്നത്. ഓ, ഫ്രെഡിയുടെ മമ്മിയാണ്. എവിടായി മോളെ? മമ്മി, ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക, അടുക്കാറായി. ഇപ്പോൾ ഏറ്റുമാനൂര് കഴിഞ്ഞു. അരമണിക്കൂറിനകം അവിടെ വരും. മോളെ, ആൻഡ്രിയ മോളും അപ്പൂസും ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുക, മെർലിൻ ചേച്ചി എപ്പോൾ വരുമെന്ന്. ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞിരു മമ്മി. ഫ്രെഡിയുമൊത്തുള്ള എൻ്റെ ആദ്യ ക്രിസ്മസ്. ഉണ്ണിയേശു പിറന്ന രാത്രി. നീലാകാശത്തെ നക്ഷത്രങ്ങളെല്ലാം ഒന്നിച്ച് മിന്നിത്തെളിയുന്ന രാത്രി. ദേവദൂതന്മാരും മാലാഖമാരും വാനവിതാനത്തിൽ സംഗീതമാധുരി പൊഴിക്കുന്ന രാത്രി. പ്രണയിച്ചു മതിവരാത്ത എലനോറും ഹെൻറിയും വീണ്ടും വീണ്ടും മനതാരിൽ തെളിഞ്ഞു വരുന്നു. ഫ്രെഡിയോടൊപ്പം സുന്ദരങ്ങളായ നിമിഷങ്ങൾ എനിക്ക് സമ്മാനിച്ച മൂന്നാർ മനസ്സിലെന്നോ ഉണ്ടാകും, ഒരിക്കലും മായാത്ത സ്വപ്നം പോലെ.